തൃശ്ശൂർ വിയൂർ ഭാഗത്തുള്ള ഒരു കിടിലൻ ഷോറൂമിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. ഇവിടെ ഓൾമോസ്റ്റ് നമുക്ക് 70,000 രൂപ തൊട്ട് മുകളിലേക്ക് നല്ല കിടിലൻ വണ്ടികൾ ഇവിടെ കൊടുക്കാൻ കേട്ടാ. ചെറുവണ്ടികൾ അത് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചു കൊടുക്കും. ഈ വണ്ടികളെ പുറത്ത് എടുക്കുന്ന വണ്ടികൾ നിങ്ങൾ കണ്ടില്ല, ഒക്കെ വളരെ ലോ ബഡ്ജറ്റ് വണ്ടികളാണ്. പിന്നെ നമ്മുടെ വീഡിയോയിൽ എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ് നമ്മൾ വണ്ടികളുടെ റേറ്റ് പറയണില്ല എന്ന്. ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് 10-25 വണ്ടികൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിൽ ഞാൻ ഫോക്കസ് ചെയ്യണത് ചെറുവണ്ടികളാണ്. ഇപ്പോൾ ഇതിൽ ഈ ഷോറൂമിൽ ഈ സെൻറ്ററിൽ കിടക്കുന്നത് മുഴുവൻ കുറച്ച് പ്രീമിയമാണ്. എനിക്ക് തോന്നുന്നത് ഒരു 5 lakh പ്ലസ് 10 lakh പ്ലസ് ഒക്കെ വണ്ടികൾ അതിൽ കിടക്കുന്നുണ്ട്. അതല്ല, നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ചെറുവണ്ടികൾ, അതായത് ഒരു 70,000, 2 ലക്ഷം, 3 ലക്ഷം ഒക്കെ മാക്സിമം ഉള്ള വണ്ടികളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണേ. അതല്ലാതെ നമ്മുടെ വീഡിയോ കണ്ടിന്യൂൻ്റെ ഇടയിൽ നിങ്ങളുടെ കണ്ണിൽ നടക്കുന്ന ഏതെങ്കിലും പ്രീമിയം വണ്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പെഷ്യലി കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് ഞാൻ എടുത്തുതരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്നത് ഈ ഷോറൂമിൻ്റെ ഡയറക്റ്റ് കോൺടാക്ട് നമ്പർ അവരെ ഞാൻ വിളിക്കാം. അപ്പോൾ പ്രൈസ് പറയില്ല എന്നുള്ള പരാതി ഇവിടെ തീരാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും പ്രൈസ് ഞാൻ പറഞ്ഞു എന്നുള്ള വീഡിയോ ആണ്. സോ നമുക്ക് ഫസ്റ്റ് വണ്ടിയിലേക്ക് പോകാം. ഫസ്റ്റ് ഇവിടെ ഒരു ഒമിനി എടുക്കുന്നുണ്ട്. പിയോൺ നമുക്കിപ്പോൾ പുതിയ സ്റ്റോക്ക് വരുന്നതാണ്. ഇതിൻ്റെ റേറ്റ് ആയിട്ടില്ല. നമുക്ക് ഒമിനിയാണ് ഇപ്പോൾ ഫസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 2013 മോഡലാണ് വരുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിലേക്ക് ഞാൻ കിടക്കാനായിട്ട് ഇവർ പേപ്പർ വെച്ചിട്ടില്ല, കാരണം ഇതിന് ഇപ്പോൾ സ്റ്റോക്ക് വന്നതുകൊണ്ട്. പക്ഷേ ഇതിന് 2 ലക്ഷം രൂപയാണ് റേറ്റ് പറയണത്. ഫ്യൂച്ചർ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയോ താഴെ കാണുന്ന ഡ്രീം യൂസ്ഡുകാരൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ കൃത്യമായിട്ടുള്ള കാര്യം അറിയാം. ആസ്കിംഗ് പ്രൈസ് 2 lakh. ഇനി അടുത്തൊരു ഒമിനി, ആ 800 ഓൾറെഡി ഒരുവിധം സോൾഡ് ഔട്ട് ആയി എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി ഒമിനിയാണ് പറയുന്നത്. അതിന് 235 പറഞ്ഞത്. ഇതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് ഞാൻ വേണമെങ്കിൽ ഗ്ലാസ് നോക്കി പറഞ്ഞുതരാം കേട്ടോ. ഒരു സെക്കൻഡ്. ഇത് 2013 തന്നെയാന്ന് തോന്നുന്നുണ്ട് മോഡൽ. മിനിറ്റ് ഫ്രണ്ടിലേക്ക് പോയാലേ കാണാൻ പറ്റുള്ളൂ. മോഡൽ പറഞ്ഞത് റേറ്റ് എഴുതിയിട്ടില്ല ഗൈസ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവരെ വിളിക്കുക. ഇത് 2010-11 രജിസ്ട്രേഷനിലുള്ള വിസ്റ്റ കേട്ടോ. വിസ്റ്റയുടെ റേറ്റ് ഞാൻ ഇവിടുന്ന് മേടിച്ചിട്ടുള്ളത് 1.65. 11 രജിസ്ട്രേഷനിൽ വരുന്ന വിസ്റ്റ 1.65 ഇതിൻ്റെ പ്രൈസ് വെക്കണത്. നിങ്ങൾക്ക് കിട്ടും ബെല്ലിനോണ്ട് കേട്ടോ. നമ്മളിവിടെ ഷോറൂമിലേക്ക് കയറാൻ തന്നെ കാരണം ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ചെറുവണ്ടി കിടന്നാണ്. കാരണം ഒരുപാട് പിള്ളേർ സെറ്റ് അന്വേഷിക്കുന്ന വണ്ടിയില്ല ബെല്ലിനോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ കൃത്യമായിട്ട് ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. 2006 മോഡൽ, ബ്ലാക്ക് കളർ, പെട്രോൾ, 82,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ്. 3rd ഓണർഷിപ്പിൽ വരുന്നു. ഈ വണ്ടിയുടെ റേറ്റ് ഇവർ എനിക്ക് തന്നിട്ടുള്ളത് 1,70,000 രൂപയാണ്. അതെനിക്ക് തോന്നുന്നത് കുറച്ച് നെഗോഷ്യബിൾ ആണെന്നുള്ളത്. ഇൻറ്റീരിയറൊക്കെ സീറ്റ് അപ്പോൾസ്റ്ററൊക്കെ ചെയ്ത് നല്ല നീറ്റായിട്ടാണ് വണ്ടി എടുക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് സ്വിഫ്റ്റ് ഡിസയർ. ഇത് ഇവർ പറഞ്ഞത് ഓൾമോസ്റ്റ് മറ്റേ സ്റ്റോക്ക് വന്നതിൻ്റെ ഡീറ്റെയിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അടുത്തെന്ന് പറയുന്നത് ഓൾട്ടിസ്. ഓൾട്ടിസ് എടുക്കുന്നത് നമുക്ക് 2009 മോഡൽ കേട്ടോ. പെട്രോള്, 75,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിൻ്റെ റേറ്റ് 2009 മോഡലാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ക്യാമറ എടുക്കാറ്. ഇതിൻ്റെ റേറ്റ് 2 ലക്ഷം രൂപകളാണ് ഇവർ ചോദിക്കണേ. ബാക്കി അപ്പോൾ എനിക്ക് കുഴപ്പമില്ല കേട്ടോ, നല്ലൊരു റേറ്റാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. വലിയ കുഴപ്പമില്ല. കാരണം ഇതിപ്പോൾ 2009 മോഡൽ ഓൾട്ടിസ് വീടിൻ്റെ മുറ്റത്ത് കടന്നു കഴിഞ്ഞാൽ ഒരു 3-4 ലക്ഷം രൂപയുടെ വണ്ടി മേടിച്ചിട്ടൊരു പവർ ഉണ്ട്. ഒരു 2 lakhന്റെ താഴേക്ക് ഈ വണ്ടി നമുക്ക് എടുക്കാം. ഇനി അടുത്തത് നാനോ കാറാണ്. ഇത് സംഭവം വെറും 65 രൂപ ചോദിക്കുള്ള 2012 മോഡൽ AC ഉള്ള വണ്ടി. AC ഇല്ല, AC ഉണ്ട്. 2012 വണ്ടി. ഇനി സെന്ന് ഇല്ല, സെന്ന് സെയിലായി എന്ന് പറഞ്ഞു. പിന്നെ വെർണ ഇത് ഏതാ മോഡലെന്ന് ഞാൻ ഇവിടെ ബോർഡ് വെക്കാത്തരം ക്ലാസ് നോക്കി ഞാൻ പറഞ്ഞുതരാം. 2009. അപ്പോൾ 29 വരെ പേപ്പർ ഉണ്ടാവും. 1.5 ലക്ഷം ചോദിക്കണം. 4 അല്ല ഇതിന് പേപ്പർ ഉണ്ടാവും കേട്ടോ. ഇനി ഈ റോളിൽ ലാസ്റ്റ് വണ്ടി എന്ന് പറയുന്നത് വാഗണാർ LXi. അത് 1,02,000 കിലോമീറ്റർ ഓടിയ പെട്രോള്, 3rd ഓണർഷിപ്പിൽ വരുന്ന 2011 മോഡൽ ഫുൾ കണ്ടീഷനിൽ എടുക്കുന്ന വണ്ടിയാണ്. 2,15,000 രൂപ കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സ്വന്തം വണ്ടിയിട്ടാ. ഇത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. 1.60 ഇട്ട് ഞാൻ അത് കൊടുക്കും. 2008 മോഡൽ. ഞാനിപ്പോൾ നടക്കുന്നത് ഈ വണ്ടിയിലാണ്. ഈ വണ്ടി വേണം നോക്കാം. അപ്പോൾ ഇത് പുറത്ത് ഈ ഷോറൂമിൻ്റെ ഒക്കെ എടുക്കണ ചെറിയ വണ്ടികൾ. ഇതിൻ്റെ റേറ്റ് നോക്കി നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി വേണമെങ്കിൽ ഷോറൂമിൽ നേരിട്ട് കോൺടാക്ട് ചെയ്ത് വണ്ടി കാണാൻ വരാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഉള്ളിലും കൂടി ഏകദേശം ഒരു 5-8 വണ്ടികൾ, ചെറിയ വണ്ടികൾ എടുക്കുന്നുണ്ട്. അതും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. ഈ ഷോറൂമിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കുറച്ച് ചെറുവണ്ടികളെയാണ് ഞാൻ ഈ അടുത്ത് പരിചയപ്പെടുത്തുന്നത്. ഞാൻ അഗെയിൻ പറഞ്ഞ പോലെ ചെറുവണ്ടികൾ ഉള്ളിൽ, വലിയ വണ്ടികൾ കുറച്ച് ഉള്ളിൽ എടുക്കുന്നുണ്ട്. അതല്ല, നമ്മൾ കുറച്ച് ചെറുവണ്ടികൾ ഫോക്കസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഈ ഷോറൂമിൽ നമ്മൾ കയറാൻ കാരണം. അപ്പോൾ ഇതിൻ്റെ വാഗണർ അതാണ് 2016 മോഡൽ പെട്രോള്. ഇത് ഭയങ്കര ലോ കിലോമീറ്റർ വണ്ടി കേട്ടോ. വെറും 32,000 കിലോമീറ്ററാണ് ഇത് കൂടി ഓടിയിട്ടുള്ളൂ. വണ്ടി അത്രയും പക്ക നീറ്റ് ആയിരിക്കും, കാരണം ലോ കിലോമീറ്ററിലല്ല നിൽക്കണേ. ഇതിൻ്റെ റേറ്റ് ഇവർ പറഞ്ഞത് 4.25 രൂപ പറഞ്ഞു കേട്ടോ. 4.25 ലക്ഷം. വേറെ മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നും കാണാനില്ല. വണ്ടി എല്ലാം നീറ്റായിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി അടുത്തെന്ന് പറയുന്നത് സെലേറിയോയുടെ റേറ്റ് 4,80,000 വരുന്നത്. പെട്രോള് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. പെട്രോൾ ഓട്ടോമാറ്റിക് 70,000 കിലോമീറ്റർ ഓടിയ വണ്ടി കേട്ടോ. ഫസ്റ്റ് ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത്. റെഡ് കളറിൽ VXi ഓട്ടോമാറ്റിക് AMTയിൽ വരുന്നത്. KL 27 രജിസ്ട്രേഷൻ. 4,80,000. ഇനി
സാൻഡ്രോ ചെറുവണ്ടി പറഞ്ഞ 2011 മോഡൽ 81,000 കിലോമീറ്റർ ഓടിയ സാൻഡ്രോ ആണ്. 1,30 ചോദിക്കുന്നത് കേട്ടോ. 2011 വണ്ടി. ഇനി ഇതേ ഒരു ബ്രിയോ കിടക്കുന്നുണ്ട്. ഇത് 2015 മോഡല് 1,13,000 കിലോമീറ്റർ ഓടിയത്. സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന ബ്രിയോ ആണ്. ഇത് 3,25,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. ഒരുപാട് പേര് ബ്രിയോ അന്വേഷിച്ച് നടക്കുന്ന കുറച്ച് പേരുണ്ട്. പക്ഷെ ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇത്, ചിലർക്ക് ഇതിൻ്റെ ഷേപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഏറ്റവും ഫുൾ ഓപ്ഷനാണെന്ന് തോന്നുന്നു. അലോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഐട്ടൺ ഇത് ചെറിയ ഫാമിലിക്ക് പറ്റിയ വണ്ടിയാണ്. 2 ലക്ഷം രൂപ ചോദിക്കുന്നത്. 2012 മോഡല് പെട്രോള് 1,08,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ. ഒറ്റ ഓണർഷിപ്പ് ഉള്ളോ താല്പര്യമുള്ളവർ എത്ര മാം പറഞ്ഞോ ഐട്ടൺ. പിന്നെ അടുത്തത് ഇക്കോ 2011 മോഡൽ ഇക്കോ 76,000 കിലോമീറ്റർ ഓടിയ 4th ഓണർ. ഇതിൻ്റെ റേറ്റ് വയ്ക്കുന്നത് 2,50,000 കേട്ടോ. 2,50,000 ഉണ്ടെങ്കിൽ നമുക്കൊരു ഇക്കോ ഇറക്കാം. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. 76,000 ലോ കിലോമീറ്റർ ആണ് വണ്ടി. പിന്നെ CNG അടക്കാട്ടോ. CNG അടക്കമുള്ള വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. ഇനി അടുത്തത് റെനോൾട്ട് കിഡ് 2018 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടി. പെട്രോൾ 64,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ കേട്ടോ. വെറും 64,000 ഓടിയിട്ടുള്ള ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നത് 3,40,000 രൂപ ചോദിക്കണം. ഇത് ഗിയർ ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ് വരുന്നതാണ്. ഓട്ടോമാറ്റിക് ഗിയറിലെ 2 വണ്ടി നമ്മൾ കണ്ടു. സെലോറിയോയും കിട്ടും. ഇനി ഈ വരിയിലത്തെ ഒരു വണ്ടിയാണിത്. 2018 മോഡൽ വൈറ്റ് പെട്രോള് 25,000 കിലോമീറ്റർ മാത്രമേ. ഇവിടെ കുറേ ലോ കിലോമീറ്റർ വണ്ടി ഉണ്ട്. 25,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. 3,85,000 രൂപയാണ് ചോദിക്കണേ. 2018 മോഡൽ വണ്ടി ഓട്ടോമാറ്റിക്. ഇതും ഓട്ടോമാറ്റിക് ആണ്. ഈ ഓട്ടോമാറ്റിക് ലേഡീസിനൊക്കെ യൂസ് ചെയ്യാവുന്ന ചെറുവണ്ടികളാണ്. സെലേറിയോ കിഡ് ഈ പറഞ്ഞ ഓൾട്ടോ എന്നൊക്കെ പറയുന്നത്. സുഖമായിട്ട് യൂസ് ചെയ്യാം. ഈ വരിലത്തെ നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റ് വണ്ടിയാണ് KL 8 രജിസ്ട്രേഷനിൽ എടുക്കുന്ന നാനോ പെട്രോൾ. 53,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു നാനോ കാർ കേട്ടോ. വെറും 75,000 രൂപയ്ക്ക് ചോദിക്കുന്ന വണ്ടി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു 70,000 75,000 തൊട്ടുള്ള വണ്ടികൾ നമ്മൾ കാണിച്ചു തന്നു. പിന്നെ ഒരു ഹോണ്ട സിറ്റി ഇത് എവിടെ കിടക്കുന്നുണ്ട്. അതൊരു ചെറുവണ്ടിയാണ്. ഇത് ആക്ച്വലി 2006 മോഡൽ വണ്ടിയാണ് കേട്ടോ. പെട്രോള് ഇതൊരു ചെറുവണ്ടിയാണ്. ഇതും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് ഞാൻ ഷോറൂമിൽ ചോദിച്ചിട്ടില്ല. ബാക്കിയുള്ളത് നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ എല്ലാവരും പറയാറുണ്ട് നിങ്ങൾ എന്താ റേറ്റ് പറയാറുണ്ട്. അപ്പോൾ ആ റേറ്റ് പറയാനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തത്. പിന്നെ ഒരുപാട് വണ്ടികളുണ്ട് ഷോറൂമിൽ. ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നമ്മുടെ ലാൽ എന്ന് പറയുന്ന എൻ്റെ വീഡിയോ കണ്ടിട്ട് വിളിച്ചാന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ യാതൊരു കമ്മീഷനോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് നേരിട്ട് ഇവരോട് സംസാരിച്ചിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലാണ് നമുക്ക് പുതിയ ഷോറൂമുകളിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വീഡിയോ ചെയ്തു തരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി പർച്ചേസ് ചെയ്യണവരാണെങ്കിൽ തൃശ്ശൂരുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ കയറി നോക്കിയാൽ ഒട്ടുമിക്ക ഷോറൂമിലത്തെ എല്ലാ സ്റ്റോക്കുകളും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. താല്പര്യം വിളിക്കുക. അപ്പോൾ ജസ്റ്റ് ഈ ഷോറൂമിലെ ഒന്ന് ഹൈറ്റിൽ എല്ലാ വണ്ടികളെയും ജസ്റ്റ് സ്ലോവിലൊന്ന് കാണിച്ചു കൊടുക്കുക. ഞാൻ അത് കാണിക്കാൻ കാരണം വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് നമ്മൾ കാണിച്ച ചെറുവണ്ടികളല്ലാതെ ഇതിലേക്ക് എടുക്കുന്ന ഏതെങ്കിലും വലിയ വണ്ടികൾ നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട്, എടുക്കണം താല്പര്യമുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിന് സ്പെഷ്യലി നമ്മുടെ അവരുടെ അടുത്ത് ജസ്റ്റ് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവരതിൻ്റെ ഡീറ്റെയിൽസും റേറ്റൊക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു ഷോറൂമിൽ ചെന്നിട്ടുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം.